ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? സുഖമല്ലേ? ഞാനിന്നൊരു കല്ലുമ്മക്കായുടെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞങ്ങൾ 1 കിലോ കല്ലുമ്മക്കായാണ് കേട്ടോ. അപ്പോൾ അത് നിറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളതുമാതിരി പുറത്ത് പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ വെച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ. അതിന് ഞാൻ ചോറ് വെക്കുന്ന നമ്മുടെ അരിയില്ലേ, അതാണ് കേട്ടോ എടുത്തത്. അതൊരു 4 മണിക്കൂർ നേരം കുതിർത്തി അതിന് ശേഷം അതിലേക്ക് തേങ്ങയും ചുവന്നുള്ളി, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, ജീരകം എല്ലാം കൂടി അരച്ചതാണ് കേട്ടോ. ചെറിയ ജീരകമാണ് കേട്ടോ. കൂടി അരച്ച് അതിൽ നമ്മുടെ പത്തിരിയുടെ പൊടിയില്ലേ അതും കൂടി മിക്സ് ചെയ്ത് അതാണ് കേട്ടോ അതിലേക്ക് നിറക്കുന്നത്. വലിയ കല്ലുമ്മക്കായ ആയിരുന്നു കേട്ടോ. ഒരുപാട് നിറക്കേണ്ടി വന്നു, കുറേ നേരം നിറക്കേണ്ടി വന്നു. കുഴപ്പമില്ല, ഞങ്ങളിതിൽ ചെറുതാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് നമുക്ക് തൊണ്ട് കൊടുക്കാനും കൂടിയിട്ടായ കാരണം കുഴപ്പമുണ്ടാകുന്നില്ല. അതിൻ്റെ ഉള്ളിലും മക്ക വെന്തുണ്ടായിരുന്നു. ഇത് ഞാൻ വലുതാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാതും നിറച്ച് ഇഡ്ഡലി പാത്രത്തിലാണ് ഇട്ട അത് സ്റ്റീം ചെയ്തെടുത്തത്. അങ്ങനെ സ്റ്റീം ചെയ്തെടുത്തപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ സ്റ്റീം ചെയ്യണം. എന്താണെന്നറിയില്ല, ഞാൻ നമുക്ക് കൊണ്ടുപോകാനുള്ള തിരക്കിൽ കുറച്ച് ഫസ്റ്റത്തതൊക്കെ സ്റ്റീം ചെയ്തെടുത്ത്. പിന്നെ അതിൻ്റെ മോള് പറഞ്ഞ് തൊണ്ട് കളഞ്ഞിട്ട് അവളെ ഫ്രണ്ട്സുകളൊക്കെ കൊണ്ടുവരലുണ്ട്. അപ്പോൾ തൊണ്ട് കളഞ്ഞിട്ട് അതെടുത്തിട്ട് അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. വെറുതെ അല്ല, അതിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് കാശ്മീരി ചില്ലി ഒക്കെ കൂടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുക ചെയ്യുക. ചിലവർ എണ്ണയിൽ പൊരിച്ചെടുക്കും. ഞാനത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിയിട്ടിട്ട് ഇങ്ങനെ കുഴമ്പായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് എടുത്തത്. സംഭവം എല്ലാം ടേസ്റ്റ് ഉണ്ട്, പക്ഷേ നമുക്കത് ആ തൊണ്ടിൽ നിന്ന് അടർത്തി കിട്ടണില്ല. അതിൻ്റെ തൊണ്ട് ഈ നമ്മൾ നിറച്ച സാധനം കൂടിയിട്ട്, അപ്പോൾ അതിൻ്റെ മാംസം ഉണ്ടാവുമല്ലോ, അതും കൂടിയിട്ട് അതിൽ നിന്ന് അടർത്തി കിട്ടിയില്ല. അത് വേവാത്ത കാരണം എന്നാണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് ടൈമല്ലേ, മോളുടെ ഫ്രണ്ട്സുകളും കൊണ്ടുപോയപ്പോൾ പറഞ്ഞത്ര അതാണ് പ്രശ്നം. അല്ലാണ്ട് ബാക്കി എല്ലാം ഒക്കെയാണ് പറഞ്ഞത്. നമുക്കിപ്പോൾ ഇങ്ങനെ നമ്മളെ ഭാഗത്തൊന്നും ഇപ്പോൾ അതില്ലേ, കോഴിക്കോട് ഏരിയയിലൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക എന്ന് മാത്രമല്ലേ ഉള്ളൂ. സംഭവം ടേസ്റ്റാണ് കേട്ടോ. ഒരു വൈകിട്ടൊക്കെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാനൊക്കെ ടേസ്റ്റാണ്. ഇനി എവിടുന്നേലും ഇതേപോലെ വാങ്ങണം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേമാതിരി കുറുന്നനെയാണ് ഞാൻ എടുത്തത്. അങ്ങനെ മസാലകളൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണത്. അത് വലിയൊരു ടേസ്റ്റ് ഒന്നുമില്ല. ഇങ്ങനെ മസാലയിൽ എടുത്തത് കണ്ടില്ലേ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.